സ്മാക്ക് ഡൗൺ ഇന്ന് ഓപ്പൺ ചെയ്തത് പോൾ ഹേമനും കോഡി റോഡ്സുമായുള്ള ഫേസ് ടു ഫേസ് പ്രോമോ കൊണ്ടാണ്. കോഡി റോഡ്സ് പോയിൻ്റ് ഔട്ട് ചെയ്തു, പോൾ ഹേമൻ ഇപ്പോഴും ബ്രോക്ക് ലെസ്നറിന് വേണ്ടി വർക്ക് ചെയ്യുന്നതായി ഒരു സംശയമുണ്ടെന്ന്. അതുപോലെ കോഡി ചോദിച്ചു, കോഡി സംസാരിക്കുന്നത് റോമൻ്റെ വൈസ്മാൻ പോളിനോടാണോ അതോ സെത്തിൻ്റെ ഒറാക്കിൾ പോളിനോടാണോ അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ അഡ്വക്കേറ്റ് പോളിനോടാണോ എന്നത്. ഉടൻ തന്നെ ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും ഇൻ്റർഫിയർ ചെയ്ത് അത് പിന്നെ ഒരു ബ്രോളിലേക്ക് മാറി. കോഡി ഔട്ട് നമ്പർ ആയപ്പോൾ കോഡിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റാൻഡി ഓട്ടൻ വന്നു. പക്ഷേ എൻഡിങ്ങിൽ അവർ റിങ്ങിൽ നിന്നപ്പോൾ റാൻഡി ക്ലിയറായി കോഡിയുടെ ചാമ്പ്യൻഷിപ്പ് വേണമെന്നുള്ളൊരു എക്സ്പ്രഷൻ കാണിച്ച്. കോഡി വേഴ്സസ് റോക്ക് നെക്സ്റ്റ് റെസൽമേനിയയിൽ ഇല്ലെങ്കിൽ തീർച്ചയായും കോഡി വേഴ്സസ് ഹീൽ റാൻഡി ബുക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ഹിസ്റ്ററി വെച്ച് ഒരുപാട് സെഗ്മെൻറ്റ്സ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പും ഉണ്ട്. റാൻഡി വേഴ്സസ് കോഡി എന്ന് പറയുമ്പോൾ മെൻറ്റോർ വേഴ്സസ് സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു സ്റ്റോറി പറയാൻ പറ്റും. നെക്സ്റ്റ് മാച്ച് മെലോ മിസ് വേഴ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആയിരുന്നു. സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് Y6 എതിരെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് ക്വാളിഫൈ ചെയ്തു. മാച്ച് ഓവറോൾ ഓക്കെ ആയിരുന്നു. സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് തമ്മിൽ ഒരു സ്പ്ലിറ്റ് ഉള്ള ചാൻസ് നമ്മളെ കഴിഞ്ഞ ആഴ്ചകളിൽ അവർ ട്രീസ് ചെയ്തായിരുന്നു. പക്ഷേ ഈ മാച്ചിൽ അത് പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടില്ല. ആക്ച്വലി മെലോയും മിസ്സും തമ്മിൽ ഒരു സ്പ്ലിറ്റിന് വേണ്ടിയുള്ള ചാൻസ് ഈ മാച്ചിൻ്റെ ഇടയിൽ കാണുന്നുണ്ടായിരുന്നു. മെലോ ഈ മിസ് ടാഗ് ടീമിൽ നിന്ന് മാറി ഒരു ഇൻ്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ US ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോകാനുള്ള സമയം കഴിഞ്ഞ്. പിന്നെ മൈക്കൽ കോള് കമൻട്രിയിൽ മിസ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. മിസ്സിന് ജോൺ സീനയുമായിട്ട് ഒരു മാച്ച് സീനയുടെ റിട്ടയർമെൻറ്റിന് മുമ്പ് വേണം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി സോഷ്യൽ മീഡിയ ഒരു അല്പം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. പേഴ്സണലി എനിക്ക് ആ മിസ് സീന മാച്ച് കാണുന്ന ഒരു ഇൻട്രസ്റ്റുമില്ല. അതിന് പകരം സീന വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ അല്ലെങ്കിൽ NXTയിൽ നിന്നുള്ള ഏതെങ്കിലും യങ് ടാലൻറ്റിന് ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. മാച്ച് എൻഡ് ചെയ്തത് Y6 കമൻട്രി ടേബിൾ സൈഡിൽ പ്രോഫിറ്റ്സിനെ ടോണ്ട് ചെയ്തുകൊണ്ടാണ്. അവർ തമ്മിലുള്ള മാച്ച് നെക്സ്റ്റ് വീക്കാണോ അതോ ഏതെങ്കിലും PLEയിലാണോ എന്ന് എനിക്കറിയത്തില്ല. അടുത്ത മാച്ച് ജൂലിയ കിയാന ജെയിംസ് വേഴ്സസ് മീച്ചിനും ബീഫാബും. ഈ മാച്ചിൽ ജൂലിയയുടെ ടീം വിൻ ചെയ്തു. ഈ ഇടയായി റോയിലും സ്മാക്ഡൗണിലും ടാഗ് ടീം മാച്ചസ് വളരെ കൂടുതലാണ്. പക്ഷേ മിക്കതും ബോറിങ്ങും ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ കോൺസിക്വൻസ് ഒന്നും ഇല്ലാതെ ആയിരിക്കും നടക്കുന്നത്. ഈ മാച്ചിൽ ചില നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ക്രൗഡ് ഓവറോൾ സൈലൻ്റ് ആയിരുന്നു. ഹീൽ ജൂലിയയ്ക്ക് ക്രൗഡിനെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കേണ്ടി വന്ന അവസാനം. കിയാന ജെയിംസ് ഒരു നല്ല സെല്ലറാണ്, പക്ഷേ ജൂലിയയുടെ ജാപ്പനീസ് സ്റ്റൈൽ പ്രസൻറ്റേഷന് കിയാന ഒട്ടും മാച്ച് ചെയ്യുന്നുമില്ല. പിന്നെ മീച്ചിൻ എനിക്ക് ഒരിക്കലും ഒരു സീരിയസ് ഒപ്പോണൻ്റായി തോന്നിയിട്ടുമില്ല. കഴിഞ്ഞ 2 വർഷമായി മീച്ചിൻ മജോറിറ്റിയും ജോബർ മാച്ചസും തോൽക്കുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ മാച്ച് ബാക്ക് സ്റ്റേജിൽ അലക്സാബ്ലിക്സും ഷാർലറ്റ് ഫ്ലെയറും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ NXTയിൽ നിന്ന് സോൾ റുക്കയും സാരിയെയും ഇൻ്റർഫിയർ ചെയ്തു. അവർ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു മാച്ച് ഡിമാൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നത് അവർ തമ്മിലൊരു മാച്ച് സൂൺ കിട്ടുമെന്ന് തന്നെയാണ്. സോൾ റൂക്കയ്ക്ക് ഫ്യൂച്ചർ റിയാ റിപ്ലി ലെവൽ സ്റ്റാർ ആകാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ളതാണ്. സോൾ റൂക്ക വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയർ മാച്ച് സംഭവിച്ചാൽ ഡെഫിനറ്റ്ലി ഒരു ബാങ്ങർ ആയിരിക്കും അത്. നെക്സ്റ്റ് സെഗ്മെൻറ്റ് ഡ്രൂ മാക്കിൻടയറിൻ്റെ ആയിരുന്നു. റസൽപലൂസയിൽ കോഡി റോഡ്സിനെ കമൻട്രി ടേബിളിൻ്റെ അടിയിലേക്ക് കിക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഇഞ്ചറി കാരണം ഡ്രൂ കാലിൽ ഒരു മെഡിക്കൽ ബൂട്ട് ഇട്ടുകൊണ്ടാണ് വന്നത്. ഒരു ടിപ്പിക്കൽ ഡ്രൂ പ്രോമോ ആയിരുന്നു. WWE റെഫറീസും എല്ലാം കോഡിയുടെ സൈഡിലാണെന്ന് കംപ്ലയിൻറ്റ് ചെയ്തു. പിന്നെ ഡ്രൂവിനെ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് ജേക്കബ് ഫാത്തു റിട്ടേൺ ചെയ്തു. ജേക്കബിന് ഒരു നല്ല ക്രൗഡ് പോപ്പ് തന്നെ കിട്ടി. ഫാൻസ് എക്സൈറ്റഡ് ആയിരുന്നു ഫാത്തുവിനെ കാണാൻ വേണ്ടി. സെഗ്മെൻറ്റ് എൻഡ് ചെയ്തത് ജേക്കബ് ഡ്രൂവിനെ ബീറ്റ് ചെയ്തുകൊണ്ട്. ഈ ഡ്രൂ വേഴ്സസ് ജേക്കബ് ഫാത്തു ഫ്യൂഡിൽ നല്ല സൂപ്പർ എക്സൈറ്റഡാണ് ഞാൻ. ഡ്രൂ വേഴ്സസ് ഡെയ്മിൻ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡ്രൂ വേഴ്സസ് ജിമ്മി യൂസോ പോലെ ഒരു ബോറിംഗ് ഫ്യൂഡ് ആയിരിക്കുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അതുണ്ടായില്ല. അടുത്തതായി സാമി സെയിൻ്റെ US ടൈറ്റിൽ ഓപ്പൺ ചലഞ്ചിൻ്റെ മിസ്റ്ററി ഓപ്പോണൻറ്റിനെ റിവീൽ ചെയ്തു. അത് നമ്മുടെ NXTയിലെ യങ് OG എന്ന് വിളിക്കുന്ന ജെവോൺ എവൻസ് ആയിരുന്നു. നിങ്ങൾ ഇതുവരെ ജെവോണിൻ്റെ മാച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഈ മാച്ച് അവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു നല്ല ഷോക്കേസ് തന്നെയായിരുന്നു. ജെവോൺ കാലിൽ സ്പ്രിങ് വെച്ചതുപോലെയാണ് മൂവ് ചെയ്യുന്നത്. ടോപ്പ് റോപ്സ് മൂവും ഓവർ ദ റോപ്പ് ജെംസും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറക്കുന്നത് പോലെ തന്നെ തോന്നും. ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള യങ് ടാലൻ്റാണ് ജെവോൺ. വയസ്സ് വെറും 20-21 ഉള്ളവന്.
മാച്ച് ആസ് എക്സ്പെക്റ്റഡ് സാമി സെയിൻ തന്നെ വിൻ ചെയ്തു. പക്ഷേ ഒരു വളരെ ക്ലോസ് കോൾ മാച്ചായിരുന്നു, നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ട്. ക്രൗഡ് പല പ്രാവശ്യം ദിസ് ഈസ് ഓസം ചാൻറ്റ് ചെയ്തു. മാച്ച് എൻഡ് ചെയ്തപ്പോൾ സാമി ജവോൻ്റെ ആംസ് ഉയർത്തി അവനെ അപ്രീസിയേഷൻ ചെയ്തു. ഒരു ക്ലാസ് ആക്ട്. ജവോനെ ഇഷ്ടപ്പെട്ടാൽ നാളെ NXTയുടെ സ്പെഷ്യൽ ഷോ നോ മേഴ്സിയിൽ വീണ്ടും കാണാം. അതിൽ ജോഷ് ബ്രിക്സ് എന്ന റെസലറുമായി ഒരു സിംഗിൾസ് മാച്ച് ജവോണിനുണ്ട്. പറ്റുവാണെങ്കിൽ നോ മേഴ്സിയിൽ ട്യൂണിൻ ചെയ്യുക. ഈ വർഷം NXTയുടെ എല്ലാ PLE മാച്ചസും അടിപൊളിയായിരുന്നു, പലതും മെയിൻ റോസ്റ്റർ ഷോസിനേക്കാളും ബെറ്ററും. നെക്സ്റ്റ് സോളോ സുക്കയുടെ ഒരു റെക്കോർഡ് പ്രോമോയാണ് കാണിച്ചത്. ഈ ബ്ലഡ് ലൈൻ 2.0 സ്റ്റോറിയുടെ ഡയറക്ഷൻ എനിക്കറിയത്തില്ല. തമത്തോങ്ക വന്നിരുന്നെങ്കിൽ പിന്നെ അതിപ്പോൾ എൻ്റർടൈൻമെൻ്റ് എങ്കിലും ഉണ്ടായിരുന്നു. ബാക്ക് സ്റ്റേജിൽ അലിസ്റ്റർ ബ്ലാക്ക് ഡേമിയൻ പ്രീസ്റ്റിനെ ഒരു ബ്ലാക്ക് മാസ് കൊടുത്ത് വീഴ്ത്തി. ആ സെഗ്മെൻറ്റിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആരോ ഉണ്ടായിരുന്നു. ഓസ്റ്റിൻ തിയറി ആണെന്ന് ചിലർ പറഞ്ഞു, പക്ഷേ കണ്ടിട്ട് സാധാരണ ഒരു ബാക്ക് സ്റ്റേജ് വർക്കറായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ പിന്നെ AJ സ്റ്റൈൽ വേഴ്സസ് സീനയുടെ ഒഫീഷ്യൽ ക്രൗൺ ജുവൽ മാച്ചിൻ്റെ അനൗൺസ്മെൻറ്റും നടന്നു. മെയിൻ ഇവൻറ്റ് മാച്ചിന് സമയമായി. അത് ടിഫനി വേഴ്സസ് നായ വേഴ്സസ് ജെയ്ഡ് ട്രിപ്പിൾ ത്രെറ്റ് ആയിരുന്നു. ടിഫനി സ്ട്രാറ്റൻ വുമൻസ് ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്തു, പക്ഷേ ആ മാച്ചിൻ്റെ എൻഡിങ് ഒരു വലിയ ബോച്ചായിരുന്നു. ജേഡ് കാർഗിൽ സെക്കൻഡ് ഫിനിഷറായ ഐ ഓഫ് ദ സ്റ്റോം നായ ജാക്സിന് കൊടുത്ത് പിൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ടിഫനി ജേഡിനെ പുഷ് ചെയ്ത് ആ പിൻ സ്റ്റീൽ ചെയ്യുമായിരുന്നു സ്പോട്ട്. പക്ഷേ റെഫറി പിന്ന് 3 കൗണ്ടിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്തു. നായയും ടിഫണിയും ഫുള്ളി കൺഫ്യൂസ്ഡായി നിൽക്കുന്നത് എല്ലാവർക്കും കാണാമായിരുന്നു. പിന്നെ അവർ ആ സ്പോട്ട് മാറ്റി ടിഫണി പ്രിറ്റിയസ്റ്റ് മൂൺസോൾട്ട് കൊടുത്ത് സക്സസ്ഫുള്ളായി പിൻ ചെയ്യുന്നതായിട്ട് എൻഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് റെഫറിയുടെ മിസ്റ്റേക്കാണ് ഇതിന് കാരണം. ആ ഇനിഷ്യൽ പിന്ന് പ്ലാൻഡ് സ്പോട്ട് അല്ലെന്ന് കരുതി റെഫറി പിൻ സേവ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത് റെഫറി പിൻ കൗണ്ട് കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. ഒരു കാലത്ത് റെസ്ലിങ്ങിനെ റിയൽ ഫൈറ്റ് ആണെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മളിപ്പോൾ ലൈവ് TV-യിൽ അതിനെ ഫുള്ളി എക്സ്പോസ് ചെയ്യുകയാണ് ഇതുപോലത്തെ മൊമെൻറ്റ്സ് കാരണം. ടിഫനി പ്ലാൻഡ് വിന്നർ അല്ലായിരുന്നതിൽ റെഫറി ആ ഇനിഷ്യൽ പിൻഫോൾ അവോയ്ഡ് ചെയ്തതിന് റീസൺ പിന്നെയും ജസ്റ്റിഫൈ എങ്കിലും ചെയ്യാമായിരുന്നു. എന്തായാലും ഈ മാച്ച് ഓവറോൾ ഒരു ബാഡ് ടേസ്റ്റ് ഉണ്ടാക്കി. അതിനൊപ്പം നായ ജേഡിനെ ഔട്ട്സൈഡ് അറ്റാക്ക് ചെയ്തപ്പോൾ ജേഡിൻ്റെ നെറ്റ് മുറിഞ്ഞ് ഒത്തിരി ബ്ലഡും വന്ന്. ഷോ എൻഡ് ചെയ്തത് സ്റ്റെഫനി ടിഫനി ഇൻ റിങ്ങിൽ ഫേസ് ടു ഫേസ് ആയിട്ട്. ഓവറോൾ ഒരു ഡീസൻറ്റ് ഷോ, 6.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ഞാൻ നാളത്തെ NXT നോ മേഴ്സി ഷോയ്ക്ക് എക്സൈറ്റഡ് ആണ്. ചില അടിപൊളി മാച്ചസ് ആ ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. റിക്കി സെയിൻസ് വേഴ്സസ് ഓബാഫെമിയും ബ്ലേക്ക് മൊൺറോ വേഴ്സസ് ജോർഡൻ ഗേഴ്സും ആണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള മാച്ചസ്. വീഡിയോ കണ്ടതിന് താങ്ക്സ്. അടുത്ത തവണ കാണുന്നത് വരെ ബൈ.